Good evening. So, sorry. കഴിഞ്ഞ ദിവസം നമ്മള് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക് ആയിരുന്നു പറഞ്ഞത്. പ്രോഗ്രാമിംഗ് കൺസെപ്റ്റില് എന്താണ് ബ്രാഞ്ചിങ്, കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഉണ്ട്, അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് ഉണ്ട്. ഈ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈഫ് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. അത്രയാണ് നമ്മൾ പറഞ്ഞത്. ഈഫ് പിന്നെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. ഈ കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആയ ഈഫ്, ഈഫ് എൽസ്, സ്വിച്ച് ഇതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഒന്നുമില്ല, നമ്മൾ ആദ്യം അസംബ്ലി കോഡ് എഴുതുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരിക്കലും ഐ, ജെ അങ്ങനെയുള്ള ടേംസിൽ അല്ലെങ്കിൽ വേരിയബിൾസിന്റെ ടേംസിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. സോ എന്ത് വേരിയബിൾസ് ആണെങ്കിലും അതിനെ നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റേഴ്സിലേക്ക് സ്റ്റോർ ചെയ്യണം. എന്നിട്ട് രജിസ്റ്റേഴ്സിലെ കണ്ടന്റിനെ ഇനീഷ്യലൈസ് ചെയ്യണം. ഇൻ കേസ് ഐക്ക് ഈക്വൽ ടു 0 എന്ന് വാല്യൂ കൊടുക്കണമെങ്കിൽ, ഐയുടെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇനീഷ്യലൈസേഷൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ന്യൂമോണിക് കോഡാണ് ആഡ് ഐ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇനീഷ്യലൈസേഷന് ആഡ് ഐ എന്ന് പറയുന്ന ന്യൂമോണിക് കോഡ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂവിനെ, ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസിനെ ഒരു രജിസ്റ്ററിലേക്ക് ആദ്യമായിട്ട് വാല്യൂസിനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് നമ്മൾ ആഡ് ഐ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത്. സോ അങ്ങനെ ഇനീഷ്യലൈസേഷൻ പ്രോസസ് ഒക്കെ ചെയ്യുന്നു. പിന്നീട് നമ്മൾ ചെക്ക് ചെയ്യുന്നു ഈഫ് സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റിൽ, അതും അല്ലെങ്കിൽ സ്വിച്ചിന്റെ കേസിലാണെങ്കിലും എന്ത് കണ്ടീഷൻ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ലെസ് ദാൻ 200 എന്നൊരു കണ്ടീഷൻ ആണോ, ഗ്രേറ്റർ ദാൻ 250 എന്നൊരു കണ്ടീഷൻ ആണോ, അല്ലെങ്കിൽ ഈക്വൽ ടു എന്നൊരു കണ്ടീഷൻ ആണോ, അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു എന്നൊരു കണ്ടീഷൻ ആണോ, എന്ത് കണ്ടീഷൻ ആണോ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷണൽ ഇൻസ്ട്രക്ഷൻ ആയിരിക്കണം നമ്മൾ അസംബ്ലി കോഡിൽ എഴുതേണ്ടത്. കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ 6ഓളം കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ചില്ല. അതിൽ 4 മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. BNE, BEQ, BLT, BGA. ഈ 4 കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈഫ് സ്റ്റേറ്റ്മെന്റിനെ അല്ലെങ്കിൽ ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റിനെ, അതും അല്ലെങ്കിൽ സ്വിച്ച് എന്ന് പറയുന്ന സിനാരിയോ ഒക്കെ വർക്ക് ചെയ്യിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ലൂപ്പ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. എങ്ങനെയാണ്, എന്താണ് ലൂപ്പ് എന്ന് വെച്ചാൽ റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ്. നമുക്ക് ഒരു കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് റിപ്പീറ്റഡ്ലി എന്ത് ചെയ്യണം, ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. സോ അങ്ങനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട സെനാരിയോസിന് നമ്മൾ ആദ്യം ലൂപ്പ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ആ ലൂപ്പ് ഓഫ് കോഡ് ഒന്ന് എഴുതും. പിന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ റിപ്പീറ്റഡ്ലി എഴുതും. അങ്ങനെ പ്രോഗ്രാം തന്നെ എന്താണ് ഭയങ്കര വാസ്റ്റ് ആയിട്ടൊക്കെ പോകുന്ന ഒരു സെനാരിയോ വന്നപ്പോഴാണ് ലൂപ്പ് എന്ന് പറയുന്ന ഒരു ഒരു സെനാരിയോ കണ്ടുപിടിക്കുന്നത്. ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ എത്തുന്നത് വരെ എന്ത് ചെയ്യുന്നു, ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നു. നമുക്കവിടെ 2 ലൂപ്പുകൾ പരിചിതമുണ്ട്. വൈൽ ലൂപ്സ് ഉണ്ട്, ഫോർ ലൂപ്സ് ഉണ്ട്. കോമൺ ആയിട്ടും ഹൈ ലെവൽ പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വൈൽ ലൂപ്സും ഫോർ ലൂപ്സും. ഇനി നമുക്ക് അതെങ്ങനെയാണ് നമ്മുടെ അസംബ്ലി കോഡിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്, ആ ഒരു കൺസ്ട്രക്ഷൻ ആണ്. ആ ഒരു പർട്ടിക്കുലർ വൈൽ ലൂപ്പ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നു കഴിഞ്ഞാൽ അതിനെ അസംബ്ലി കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അതിനെ റൈറ്റ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഒരു സെനാരിയോസ് ആണ് ഇവിടെ പഠിക്കുന്നത്. സോ വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു കണ്ടീഷൻ നോട്ട് മെറ്റ് ആകുന്നത് വരെ, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇനി വൈൽ ലൂപ്പിനകത്ത് നമ്മൾ സിമിലർ സിറ്റുവേഷൻ തന്നെയാണ്. ഒരു ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മൾ ഓപ്പോസിറ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞെങ്കിൽ വൈൽ ലൂപ്പിനകത്തും എന്താണ്, സെയിം സെനാരിയോ തന്നെയാണ് വരുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാം, നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യം ഹൈ ലെവൽ കോഡിനെ നോക്കുക. ഈ ഹൈ ലെവൽ കോഡില് ഡിറ്റർമൈൻ ദ പവർ ഓഫ് എക്സ്, എക്സിന്റെ പവർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സച്ച് ദാറ്റ് 2 റൈസ് ടു എക്സ് നോട്ട് ഈക്വൽ ടു 128. 2 റൈസ് ടു എക്സ് എന്ന് പറയുന്നത് 128, അതായത് പവർ 128 ആകുന്നത് വരെ, നോട്ട് ഈക്വൽ ടു ആണ്, ഈക്വൽ ടു ആകുന്നത് വരെയല്ല, നോട്ട് ഈക്വൽ ടു 128 ആകുന്ന കണ്ടീഷൻ വരെ നമുക്ക് എന്ത് ചെയ്യണം, പവർ ഓഫ് എക്സ് അല്ലെങ്കിൽ പവർ ഓഫ് എക്സ് കണ്ടുപിടിക്കണം. പവർ ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഒരു ഹൈ ലെവൽ കോഡ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അവിടെ നമ്മൾ പവർ POW എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു, അത് ഇനീഷ്യലൈസ് ചെയ്തു 1 ആക്കി കൊടുത്തു. എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു, രണ്ടും ഇന്റീജർ തന്നെയാണ്. 0 എന്ന് പറഞ്ഞൊരു വേരിയബിൾ വാല്യൂ വെച്ച് ഇനീഷ്യലൈസ് ചെയ്തു. അതിനുശേഷം നമ്മൾ വൈൽ ലൂപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. വൈൽ പവർ നോട്ട് ഈക്വൽ ടു 128, പവർ 128 അല്ല എങ്കിൽ പവർ ഈസ് ഈക്വൽ ടു പവർ സ്റ്റാർ 2. എന്താണ്,
പവർ എന്നുള്ളത് പവറിനോട് 2 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് എക്സിനെ ഇൻക്രിമെന്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ഒരു ഹൈ ലെവൽ കോഡ് എന്ന് പറയുന്നത്. ഈ ഹൈ ലെവൽ കോഡിനെ എങ്ങനെ ഒരു അസംബ്ലി കോഡാക്കി കൺവേർട്ട് ചെയ്യാം, അതായത് വൈൽ ലൂപ്പ് എങ്ങനെ നമുക്ക് അസംബ്ലി കോഡ് അല്ലെങ്കിൽ ന്യൂമോണിക്സ് ഉപയോഗിച്ചുകൊണ്ട് എഴുതാം, ആ ഒരു സെനാരിയോ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിക്കേ, ഇവിടെ പവർ ഇസിക്കൽ ടു 1 എന്ന് അല്ലെങ്കിൽ POW എന്ന് പറയുന്ന വേരിയബിൾ 1 ആണെന്ന് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തിരുന്നു. സോ നമ്മൾ ആദ്യം POW എന്നതിന് പകരം ആ ഒരു വേരിയബിളിന് പകരം നമ്മൾ എന്ത് ചെയ്തു, S0 എന്ന് പറയുന്ന ഒരു സ്റ്റോറിംഗ് എന്താണ് നമ്മുടെ രജിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്. S0 എന്ന് പറയുന്ന രജിസ്റ്റർ ആണ് POW എന്ന് പറയുന്ന വേരിയബിളിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് S1 എന്ന രജിസ്റ്റർ ആണ്. സോ ആ രണ്ട് രജിസ്റ്ററിലാണ് നമ്മുടെ പവർ എന്ന് പറയുന്ന വേരിയബിളും എക്സ് എന്ന വേരിയബിളും വരുന്നത്. നമ്മൾ ആദ്യമേ തന്നെ എന്ത് ചെയ്തു, കമന്റിൽ പറഞ്ഞു വെച്ചു. അതിനുശേഷം നമ്മുടെ പവർ എന്ന് പറയുന്ന വേരിയബിളിൽ 1ഉം എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ 0യും ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇനീഷ്യലൈസേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പർട്ടിക്കുലർ ന്യൂമോണിക് കോഡാണ് ആഡ് ഐ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ആഡ് ഐ ഉപയോഗിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, S0 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് 0 എന്ന് പറയുന്ന രജിസ്റ്ററിലെ 1 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് നമ്പറിനെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇവിടെ എന്താണ്, S0 എന്ന് പറയുന്നതാണ് ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ. 0 എന്ന് പറയുന്നത് ആക്ച്വലി ZERO0 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ആദ്യത്തെ രജിസ്റ്റർ ആയ 0x എന്ന് പറഞ്ഞൊരു രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്ററിലെ കണ്ടന്റ് എപ്പോഴും കോൺസ്റ്റന്റ് 0 ആയിരിക്കും, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ആ രജിസ്റ്ററിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 0 എന്ന് പറയുന്ന ഇത് ഉദ്ദേശിക്കുന്നത്. 0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഒരു രജിസ്റ്റർ ആണ്. 0 കോൺസ്റ്റന്റിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന രജിസ്റ്റർ ആണ്. ആ രജിസ്റ്ററിൽ എന്താണോ വാല്യൂ, 0യിൽ എന്താണ് വാല്യൂ, 0 തന്നെയാണ് വാല്യൂ. അതിനോട് കൂടി 1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്, 1 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ രജിസ്റ്ററിലോ മെമ്മറിയിലോ ഒന്നും സ്റ്റോർ ചെയ്ത് വെക്കാത്ത നമ്മൾ എന്ത് ചെയ്യണം, ഒരു നാച്ചുറൽ നമ്പറിനെ ആഡ് ചെയ്യുന്നു. ആ ഒരു കൺസെപ്റ്റ് ആണ് കോൺസ്റ്റന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കോൺസ്റ്റന്റ് 0 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക്, അപ്പൊ ഇവിടെ ഒരു 0യും വന്നു, ഇവിടെ ഒരു കോൺസ്റ്റന്റും വന്നു. അതുകൊണ്ടാണ് ആഡ് ഐ എന്ന് പറയുന്ന ന്യൂമോണിക് കോഡ് ഉപയോഗിച്ചിരിക്കുന്നത്. വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്തുകൊണ്ട് അവിടെ ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ അല്ലാതെ ആഡ് ഐ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ, അവിടെ 0 എന്ന് പറയുന്ന ഒരു രജിസ്റ്ററും 1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റും വന്നതുകൊണ്ടാണ് അവിടെ ആഡ് ഐ എന്ന് പറയുന്ന ന്യൂമോണിക് കോഡ് ഉപയോഗിച്ചത്. ഇനി എന്നാൽ S1 എന്ന് പറഞ്ഞത് എക്സ് വേരിയബിൾ ആണ്. ഈ എക്സ് വേരിയബിളിൽ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത് 0 എന്ന് പറയുന്ന വാല്യൂ ആണ്. സോ S1ലേക്ക് 0 കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 0 എന്ന് പറയുന്ന രജിസ്റ്ററും 0 എന്ന് പറയുന്ന രണ്ട് രജിസ്റ്റേഴ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് രജിസ്റ്റേഴ്സിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഈ 0 എന്ന് പറയുന്ന രജിസ്റ്ററിന്റെ വാല്യൂ എന്താണ്, 0 തന്നെയാണ്. സോ S1 എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലേക്ക് 0 കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ രണ്ട് രജിസ്റ്റേഴ്സിനെ ഡയറക്റ്റ് കോൾ ചെയ്തു. ആ രണ്ട് രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 0 ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ആഡ് എന്ന് പറയുന്ന ന്യൂമോണിക് കോഡേ ഉപയോഗിക്കുന്നുള്ളൂ. ആഡ് ഐ എന്തുകൊണ്ട് ഇവിടെ ഉപയോഗിച്ചു, ആഡ് എന്തുകൊണ്ട് ഇവിടെ ഉപയോഗിച്ചു, അത് ഡിഫറൻസ് മനസ്സിലാക്കി വേണം, എന്നാൽ മാത്രമേ നമുക്ക് അസംബ്ലി കോഡ് എഴുതുമ്പോൾ തെറ്റ് പറ്റാതിരിക്കുള്ളൂ. ഇവിടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ വന്നതുകൊണ്ടാണ് ഇവിടെ ആഡ് ഐ എന്ന് പറയുന്ന ന്യൂമോണിക് കോഡ് ഉപയോഗിച്ചത്. ഇവിടെ രണ്ട് രജിസ്റ്റേഴ്സിനെ നമ്മളെ യൂസ് ചെയ്തതുകൊണ്ടാണ് ഇവിടെ ആഡ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും, പക്ഷെ അത് ഈ ടോപ്പിക്കും കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയാണ് രണ്ട് രജിസ്റ്ററുകൾ തമ്മിലുള്ള അഡീഷൻ ആണ് വരുന്നത് എങ്കിൽ, അതായത് ആഡ് എന്ന് പറയുന്ന ന്യൂമോണിക് കോഡ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന അഡീഷൻ ഓപ്പറേഷനിൽ S1 എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്ററും 00 എന്ന് പറയുന്ന രണ്ട് സോഴ്സ് രജിസ്റ്റേഴ്സും ഉണ്ട്. അവിടെ രജിസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. എന്നാൽ ആഡ് ഐ എന്ന് പറയുന്ന ന്യൂമോണിക് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നിടത്ത് S0 എന്ന് പറയുന്നത് ഒരു രജിസ്റ്റർ ആണ്, 0 എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ആണ്, എന്നാൽ 1 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് നമ്പർ ആണ്. അതുകൊണ്ടാണ് അവിടെ ആഡ് എന്ന് പറയുന്ന ഓപ്പറേഷന് പകരം ആഡ് ഇമ്മീഡിയറ്റ് എന്ന് പറയുന്ന ഒരു ന്യൂമോണിക് കോഡ് ഉപയോഗിച്ചത്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? എന്തുകൊണ്ട് ആഡ് ഐ കൊടുത്തു, എന്തുകൊണ്ട് ആഡ് എന്നുള്ളത് കേൾക്കുന്നില്ലേ പിള്ളേരെ? ഓക്കെ, ഇനി നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയണം കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂമോണിക് കോഡ് അല്ലെ അസംബ്ലി കോഡ് എഴുതുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആണെങ്കിലും അത് അറിഞ്ഞ് തന്നെ മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്ക് പിന്നെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസാണ് വരുന്നത്. അപ്പൊ മനസ്സിലായില്ലെങ്കിൽ പറയണം. അപ്പൊ ഈ രണ്ട് ഇനീഷ്യലൈസേഷൻ പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വൈൽ ലൂപ്പിന്റെ കണ്ടീഷൻ ആണ്. പവർ നോട്ട് ഈക്വൽ ടു 128, POW എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 128 അല്ല എങ്കിൽ എന്ത് ചെയ്യണം, ആ വൈൽ ലൂപ്പിന്റെ ഉള്ളിലുള്ളത് പെർഫോം ചെയ്യണം.
സോ നമ്മൾ ആദ്യം ഇവിടെ എന്ത് ചെയ്യുവാണ്, ഈ വേരിയബിൾ പവർ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് S0 എന്ന് പറയുന്ന രജിസ്റ്ററിലാണ്. ഈ S0 എന്ന് പറയുന്ന രജിസ്റ്ററിലെ കണ്ടന്റ് 128 ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ 128 എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ അല്ലെങ്കിൽ ആ ഒരു നമ്പറിനെ ഒരു പർട്ടിക്കുലർ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. കാരണം നമുക്ക് രജിസ്റ്റർ മാത്രമേ അസംബ്ലി കോഡിൽ എന്ത് ചെയ്യുള്ളൂ, ഉപയോഗിക്കുന്നുള്ളൂ. ഡയറക്റ്റ് നമ്മൾ 128 എന്ന് പറയുന്ന നമ്പർ ഒന്നും കമ്പാരിസൺ ചെയ്യില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഈ 128 എന്ന് പറയുന്ന നമ്പറിനെ അല്ലെങ്കിൽ ഒരു കണ്ടീഷനെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് T0 എന്ന് പറയുന്ന ടെമ്പററി രജിസ്റ്റർ. നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്തുകൊണ്ട് 128 നമ്മളൊരു സ്റ്റോക്ക് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആ ഒരു ടെമ്പററി രജിസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിൽ ആ ഒരു കണ്ടീഷന് വേണ്ടി മാത്രം ഞാൻ ഉപയോഗിക്കുന്നതാണ്. അല്ലാണ്ട് എനിക്കത് പെർമനന്റ്ലി സ്റ്റോർ ചെയ്യണമെന്നൊന്നുമില്ല. ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷനെ മാത്രം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ T0 എന്ന് പറയുന്ന രജിസ്റ്റർ എടുത്തിരിക്കുന്നത്. ഇനി അവിടെ ആഡ് ഐ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തുകൊണ്ട് നിമോണിക് കോഡ് എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ, ഇവിടെ എന്താണ് 128 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് നമ്പറും 0 എന്ന് പറയുന്ന ഒരു രജിസ്റ്ററും ഉപയോഗിച്ചതുകൊണ്ടാണ് ആഡ് ഇമ്മീഡിയറ്റ് എന്ന് പറയുന്ന ആഡ് ഐ എന്ന് പറയുന്ന നിമോണിക് കോഡ് അവിടെ ഉപയോഗിച്ചത്. അപ്പൊ നമ്മൾ S0 എന്ന് പറയുന്ന രജിസ്റ്ററിൽ 1നെ സ്റ്റോർ ചെയ്തു, S1 എന്ന് പറയുന്ന രജിസ്റ്ററിൽ 0നെ സ്റ്റോർ ചെയ്തു, T0 എന്ന് പറയുന്ന ടെമ്പററി രജിസ്റ്ററിൽ 128നെ സ്റ്റോർ ചെയ്തു. ഇനി നമ്മുടെ വൈൽ ലൂപ്പിലേക്ക് കടക്കുകയാണ്. ഈ വൈൽ ലൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ വൈൽ ലൂപ്പിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആണ്. നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ വൈൽ ലൂപ്പിൽ ഹൈ ലെവൽ കോഡിൽ വന്നത് കൊണ്ട് തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ നോട്ട് ഈക്വൽ ടു ഇവിടെ വന്നാൽ അവിടെ എന്ത് തന്നെ, ഈക്വൽ ടു തന്നെ. ഈക്വൽ ടു ഉപയോഗിച്ചുള്ള കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ഏതാണ്, BEQ. സോ ആ BEQ ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. BEQ S0 പവറിനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. S0യിലേക്ക് T0നെ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. S0 എന്ന് പറയുന്നത് പവറിലുള്ള വാല്യൂ ആണ്, T0 എന്ന് പറയുന്നത് 128 ആണ്. 128ഉം S0 എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള ഇപ്പോഴത്തെ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 1ഉം 128ഉം ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ ഡൺ എന്ന് പറയുന്ന ലേബലിലുള്ള കാര്യം വർക്ക് ചെയ്യുന്നു. ഡൺ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്, കഴിഞ്ഞു, പ്രോഗ്രാം കഴിഞ്ഞു. S0 എന്ന് പറയുന്ന രജിസ്റ്ററിൽ 128 ആണെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ പ്രോഗ്രാം കഴിഞ്ഞു. ഇനി ഈക്വൽ അല്ല എങ്കിൽ, ഇപ്പൊ ആദ്യത്തെ വാല്യൂ നോക്കുകയാണെങ്കിൽ S0യിൽ 1ഉം T0യിൽ 128 ആണ്. 1 ഈക്വൽ ടു 128 ആണോ, അല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് SLLI S0 S01. SLLI ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കലിന്റെ നിമോണിക് ആണ്. ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്ക് S0 സ്റ്റോർ ചെയ്യേണ്ടത്, ഡെസ്റ്റിനേഷൻ ചെയ്യേണ്ടത് S0യിലേക്കാണ്. എന്തിനെയാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്, S0യിലുള്ള കണ്ടന്റിനെ 1 ബിറ്റ് വെച്ച് ഷിഫ്റ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് അവിടെ ഷിഫ്റ്റ് ലോജിക് ഓപ്പറേറ്റർ ഉപയോഗിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ കയ്യിലുള്ള കണ്ടന്റിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. POW എന്ന് പറയുന്ന വേരിയബിളിൽ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് നമ്മളോട് അവിടെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന പ്രോഗ്രാമിന്, അല്ലെങ്കിൽ ആ ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ള കണ്ടന്റിന് സിമിലർ ആണ് ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക് വിത്ത് 1 ബിറ്റ്. നമ്മുടെ S0 എന്ന് പറയുന്ന സോഴ്സ് രജിസ്റ്ററിൽ എന്ത് വാല്യൂ ആണോ ഉള്ളത് അതിനെ 1 ബിറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ 1 ബിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈഡ് ബൈ 2ന് തുല്യമായിരിക്കും. അതുകൊണ്ടാണ് ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ മൾട്ടിപ്ലൈഡ് ബൈ 4 ആയിരുന്നുവെങ്കിൽ ഈ സെയിം ഇൻസ്ട്രക്ഷൻ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ തന്നെ ഉപയോഗിക്കാം. സോഴ്സ് രജിസ്റ്റർ അങ്ങനെ തന്നെ കൊടുക്കാം. ഇവിടെ 1 എന്നുള്ളതിന് പകരം 2 എന്ന് കൊടുത്താൽ മതി. മൾട്ടിപ്ലിക്കേഷൻ ബൈ 4 ആയിരുന്നുവെങ്കിൽ ഇവിടെ ഷിഫ്റ്റ് ലെഫ്റ്റ് ബൈ 2 ആണ്. 2 ബിറ്റ് വെച്ച് ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു കണ്ടന്റിനെ മൾട്ടിപ്ലിക്കേഷൻ ബൈ 4 എന്നുള്ളതാണ്. സോ ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കൽ ഓപ്പറേറ്ററിന് അങ്ങനെ ഒരു ബിഹൈൻഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കൽ എന്ന് പറഞ്ഞാൽ 1 ബിറ്റ് വെച്ച് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൾട്ടിപ്ലൈഡ് ബൈ 2 എന്നാണ് അതിന്റെ അർത്ഥം. ഇനി 2 ബിറ്റ് വെച്ച് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, മൾട്ടിപ്ലൈഡ് ബൈ 4 ആണ്. സോ ഇവിടെ ഈ സ്റ്റെപ്പിന് പകരം പവർ ഈക്വൽ ടു പവർ സ്റ്റാർ 2ന് പകരം പവറിന് നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്നത് S0 എന്ന് പറയുന്ന രജിസ്റ്ററിലാണ്. ആ S0 എന്ന് പറയുന്ന രജിസ്റ്ററിലെ കണ്ടന്റിനെ 1 ബിറ്റ് വെച്ച് ഷിഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് S0യിലേക്ക് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇനി S0യിലേക്ക് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇനി എന്ത് ചെയ്യണം, എക്സിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കണം. ആഡ് ഐ S1 എന്ന് പറയുന്ന രജിസ്റ്ററിലാണ് X ഉള്ളത്. S1, 1 എന്ന് കൊടുക്കുന്നു. എസിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. S1 എന്ന് പറയുന്ന കണ്ടന്റിൽ എന്താണോ ഉള്ളത് അതിലേക്ക് ഒന്നിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. S1ലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതായത് എക്സിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. ദെൻ ജമ്പ്.
ജമ്പ് എങ്ങോട്ടേക്കാണ് ജമ്പ് ചെയ്യേണ്ടത്? ജെ എന്ന് പറയുന്ന അൺകണ്ടീഷണൽ ഇൻസ്ട്രക്ഷനോട് ഉപയോഗിച്ചിട്ടുണ്ട്. ജെ എന്ന് പറയുന്ന അൺകണ്ടീഷണൽ ഇൻസ്ട്രക്ഷന് ശേഷം നമ്മൾ കൊടുത്തിരിക്കുന്നത് വൈൽ എന്ന് പറയുന്ന ടാർഗറ്റ് ആണ്. വൈൽ ലൂപ്പിലേക്ക് ജമ്പ് ചെയ്യാനാണ് പറയുന്നത്, റിപ്പീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താവും? S0യിൽ ഇപ്പൊ ഓൾറെഡി നമ്പർ മാറിയിട്ടുണ്ടാവും, 4 എന്നായിട്ടുണ്ടാവും. 4 അല്ലെങ്കിൽ 2 മൾട്ടിപ്ലൈ ബൈ 2 അല്ലെ, 2 ആയിട്ടുണ്ടാവും. സോ 2 കമ്പയർ ചെയ്യുന്നു 128 ആയിട്ട്, റിപ്പീറ്റ് ചെയ്ത് ഈ പ്രോസസ്സ് പിന്നെയും പോകുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ ഇൻപുട്ട് എന്താണ്? ആ ഫസ്റ്റ് സ്റ്റേജിൽ S0യിൽ എന്തായിരുന്നു കണ്ടന്റ്, S1ൽ എന്തായിരുന്നു കണ്ടന്റ്, അത് നമ്മൾ കമ്പയർ ചെയ്ത ആദ്യത്തെ സ്റ്റെപ്പ് എഴുതണം. അടുത്ത അതില് നമ്മൾ എന്ത് ചെയ്യണം? S0യിലെ കണ്ടന്റ് മാറ്റണം, S1ലെ കണ്ടന്റ് മാറ്റണം, അതിനുശേഷം പിന്നെയും റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ 2-3 സ്റ്റെപ്പ് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാം വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. സോ ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് വൈൽ ലൂപ്പിന്റെ കണ്ടീഷൻ വരുന്നത്. ഇനി ഈ വൈൽ ലൂപ്പ് അതിന്റെ എക്സ്പ്ലനേഷൻ അവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്, ഇതാക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെയാണ് ഡു വൈലും വരുന്നത്. ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു സംഭവം മനസ്സിലായി കഴിഞ്ഞാൽ ഏത് ലൂപ്പ് ആണെങ്കിലും സിമിലർ വർക്കിംഗ് തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന പ്രോഗ്രാമിനെ അല്ല, വേരിയബിൾസിനെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം രജിസ്റ്റേഴ്സിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനുശേഷം എന്ത് തരത്തിലുള്ള ഓപ്പറേഷൻ ആണ് അവിടെ പെർഫോം ചെയ്യുന്നത് നോക്കണം. ഒരു ഇനീഷ്യലൈസേഷൻ ആണെങ്കിൽ ആ ഇനീഷ്യലൈസേഷനിൽ നമ്മൾ 2 രജിസ്റ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആഡ് എന്ന് പറയുന്ന ന്യൂമോണിക് കോഡ് ഉപയോഗിക്കണം. ഇനി അതല്ല ഒരു കോൺസ്റ്റന്റ് നമ്പർ അവിടെ ഇൻക്ലൂഡ് ആവുന്നുണ്ടെങ്കിൽ അതിനെ ആഡ് ഐ എന്ന് പറയുന്ന ന്യൂമോണിക് കോഡ് ഉപയോഗിക്കണം. പിന്നെ നമുക്ക് അവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻസ് നോക്കണം. കണ്ടീഷൻസ് ലെസ് ദാൻ ആണെങ്കിൽ അപ്പുറത്തൊരു ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന കണ്ടീഷൻ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ കൊണ്ടുവരണം. ഇനി അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും അഡീഷൻ ആണ് ചെയ്യാനുള്ളതെങ്കിൽ അഡീഷൻ ഓപ്പറേഷൻ ഉപയോഗിക്കണം. ഇനി എന്തെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യാനുള്ളതെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ബൈ 2 ആണ്, മൾട്ടിപ്ലിക്കേഷൻ ബൈ 4 ആണ്, അങ്ങനെയാണെങ്കിൽ ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കണം. സോ ചെയ്തതിന് ശേഷം ജമ്പ് എന്ന് പറയുന്ന അൺകണ്ടീഷണൽ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാക്ക് ടു എവിടെയാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അങ്ങോട്ടേക്ക് തിരിച്ചെത്തണം. ആ ഒരു പ്രോസസ് ആണ് വൈൽ ലൂപ്പ് ആണെങ്കിലും ഡു വൈൽ ലൂപ്പ് ആണെങ്കിലും ഫോർ ലൂപ്പ് ആണെങ്കിലും വരുന്നത്. നിങ്ങളുടെ സിലബസിൽ മെയിൻ ആയിട്ടും വൈൽ ആൻഡ് ഫോർ ലൂപ്പ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഡു വൈൽ പറയുന്നില്ല. ബട്ട് ഇൻ കേസ് ഇനി നിങ്ങൾ ഡു വൈൽ വർക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ അല്ല എങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാൻ നെക്സ്റ്റ് ക്ലാസ് പറയുന്നതായിരിക്കും. ഇനി നമുക്ക് ഡയറക്റ്റ് ഫോർ ലൂപ്പിലേക്ക് കടക്കാം. ഓക്കെ ആണോ? കൊടുത്തത് അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് വൈലിനകത്ത് നെക്സ്റ്റ് ലൈക്ക് വേരിയബിൾ മാറിയില്ല എങ്കിൽ, ചേഞ്ച് ആയില്ല എങ്കിൽ ആ കണ്ടീഷൻ വർക്ക് ആവില്ലല്ലോ. കൊടുത്തത് വൈലിന്റെ സ്ട്രക്ചറിൽ അങ്ങനെ ഇൻക്രിമെന്റേഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ലൈക്ക് ഇവിടെ ഈ ഹൈ ലെവൽ കോഡ് ഇങ്ങനെ എഴുതിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ അസംബ്ലി കോഡ് അങ്ങനെ എഴുതിയെന്നുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ഹൈ ലെവൽ കോഡ് എഴുതാം. അത് വർക്കിംഗ് ആണെങ്കിൽ ഇങ്ങനെ തന്നെ ഈ സിനാരിയോ തന്നെ എഴുതണമെന്നൊന്നുമില്ല, ഈ സ്റ്റെപ്പ് തന്നെ വേണമെന്നില്ല. നമ്മൾ എങ്ങനെയാണോ ഹൈ ലെവൽ കോഡ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അസംബ്ലി കോഡും റൈറ്റ് ചെയ്യാം. അവിടെ x=x+1 വന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ആഡിങ് ഇത് ചെയ്തത്. ഫോർ ലൂപ്പോട് പറഞ്ഞാലോ? ഇനി ഫോർ ലൂപ്പും വൈൽ ലൂപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഫോർ ലൂപ്പ് കുറച്ചും കൂടി സ്ട്രക്ചർ ഓറിയന്റഡ് ആയിട്ട്, അതായത് നമുക്ക് എത്രത്തോളം ഐട്രേഷൻ വേണ്ടി വരും അങ്ങനെയുള്ള ഒരു സെനാരിയോസ്. വൈൽ ലൂപ്പിലാണെങ്കിലോ ഓക്കെ, ഫോറിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരുന്നത്? ഫോർ ഇനീഷ്യലൈസേഷൻ വേണം, കണ്ടീഷൻ കൊടുക്കണം, ലൂപ്പ് ഓപ്പറേഷൻ എന്താണെന്നുള്ളത് നമ്മൾ റൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മള് ഇവിടെയും ഇനീഷ്യലൈസേഷനും ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ എത്തിയോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആ കണ്ടീഷൻ എത്തിയില്ലെങ്കിൽ പിന്നീട് ലൂപ്പിലേക്ക് അടക്കുന്നു. എപ്പോഴാണോ എത്തുന്നത് അതുവരെ ബ്രേക്ക് ആവാതെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ലൂപ്പ് ബിഗിൻ ചെയ്യുന്നതിന് നമ്മൾ ചെയ്യുന്ന പ്രോസസ് ആണ്. കണ്ടീഷൻ ചെക്കിംഗ് എന്ന് പറയുന്നത് ലൂപ്പ് ഐട്രേറ്റ് ചെയ്യുന്നതിന് ബിഗിനിങ്ങിൽ നമ്മൾ നടത്തുന്ന പ്രോസസ് ആണ്. കണ്ടീഷൻ മെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ കണ്ടീഷൻ മെറ്റ് ചെയ്തില്ല എങ്കിൽ ലൂപ്പ് എക്സിറ്റ് ചെയ്യുന്നു. കണ്ടീഷൻ മെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ലൂപ്പ് ബോഡിയാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ ലൂപ്പ് ബോഡിനെ എന്ത് ചെയ്യുന്നു? അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ i<100 എന്നുള്ളൊരു കണ്ടീഷനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എന്റെ ഐയിലെ വാല്യൂ 2 ആണെങ്കിൽ 2<100 ആണെന്ന് ഞാൻ ചെക്ക് ചെയ്യുന്നു. 2<100 ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ ലൂപ്പിൽ എന്ത് ബോഡിയാണോ പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇനി അതല്ല എന്റെ ഐയിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ 222 ആണെങ്കിൽ 222 <200 ആണോ നോക്കുന്നു. 222 <200 അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. സോ ആ ഒരു പ്രോസസ്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത് 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നുള്ള കണ്ടീഷനാണ്. അപ്പൊ നമ്മൾ ആദ്യം സം എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ i എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോർ ലൂപ്പ് പറഞ്ഞിരിക്കുകയാണ്. ഫോർ i = 0 i<10 ആണെങ്കിൽ, കാരണം 0 മുതൽ 9 വരെ ആഡ് ചെയ്താൽ മതി, i=i+1. അതിന്റെ ഉള്ളിൽ നടക്കുന്നത് സമ്മിന് സം പ്ലസ് i വെച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു പർട്ടിക്കുലർ ഹൈ ലെവൽ കോഡിനെ അസംബ്ലി കോഡിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
ഐ എന്ന് പറയുന്ന വേരിയബിളിനെ S0 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്തു. സം എന്ന് പറയുന്ന വേരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് S1 എന്ന് പറയുന്ന രജിസ്റ്റർ ആണ്. അതിനുശേഷം സമ്മിന് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്നു. ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ്, 0 വാല്യൂ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ആഡ് ഇമ്മീഡിയറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ് അല്ലെങ്കിൽ ന്യൂമോണിക് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഇന്റ് ആയി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, 0 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂ നമ്മൾ S0 എന്ന് പറയുന്നതിലേക്ക് രജിസ്റ്ററിൽ അവിടെ ഒരു ഫോർ എക്സാമ്പിൾ ആഡ് S0, 0, ZERO എന്ന് തന്നെയാണ് ഞാൻ എഴുതിയിരുന്നതെങ്കിൽ ഈ I എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ അവിടെ ഉണ്ടാവില്ല. കാരണം രണ്ട് രജിസ്റ്റേഴ്സ് തമ്മിലുള്ള അഡീഷൻ ആണ് അവിടെ പറയുന്നത്. 3 രജിസ്റ്റേഴ്സ് ആണ് ആ ഒരു ഇൻസ്ട്രക്ഷനിൽ വരുന്നത്. പക്ഷെ ഇവിടെ 0 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റും ഇവിടെ ഒരു 0 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ I എന്ന് പറയുന്ന ആഡ് I അല്ലെങ്കിൽ ആഡ് ഇമ്മീഡിയറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നത്. ഇനി ഞാൻ അവിടെ എനിക്ക് ചെക്ക് ചെയ്യേണ്ടത്, അതായത് കണ്ടീഷൻ എന്ന് പറയുന്നത് I less than 10 ആണോ എന്നാണ്. അപ്പൊ ആ 10 എന്ന് പറയുന്ന വാല്യൂവിനെ ഞാൻ എന്ത് ചെയ്യുന്നു, T0 എന്ന് പറയുന്ന ഒരു ടെമ്പററി രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്നിട്ടാണ് ഞാൻ കണ്ടീഷൻ എന്താണ് എന്ന് നോക്കുന്നത്. ഇവിടെ ലെസ് ദാൻ എന്ന് പറയുന്ന കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. അപ്പോൾ ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു, BG എന്ന് പറയുന്ന കണ്ടീഷണൽ ഇൻസ്ട്രക്ഷൻ ഞാൻ ഉപയോഗിക്കുന്നു. അവിടെ കമ്പയർ ചെയ്യുന്നത് ഏതൊക്കെ തമ്മിലാണ്, I സ്റ്റോർ ചെയ്തിരിക്കുന്ന S0യും 10 സ്റ്റോർ ചെയ്തിരിക്കുന്ന T0യും തമ്മിലാണ്. അത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ if I എന്താണ് ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ ലൂപ്പ് കംപ്ലീറ്റ് ആവുന്നു. അതല്ല എങ്കിൽ ലൂപ്പിന്റെ ഉള്ളിലെ ബോഡി എക്സിക്യൂട്ട് ആവുന്നു. ലൂപ്പിന്റെ ഉള്ളിലെ ബോഡി എന്ന് പറയുന്നത് സമ്മിലേക്ക് സം പ്ലസ് I ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആഡ് S1, S1, S0. ഇവിടെ ആഡ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ആണ് വന്നത്. കാരണം ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവൻ എന്താണ്, രജിസ്റ്റേഴ്സ് ആണ്. S0 എന്ന് പറയുന്ന രജിസ്റ്ററിലും S1 എന്ന് പറയുന്ന രജിസ്റ്ററിലും എന്ത് കണ്ടന്റ് ആണോ ഉള്ളത് അത് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം S1 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അവിടെ ഒരു കോൺസ്റ്റന്റ് നമ്പർ വരാത്തത് കൊണ്ടാണ് ആഡ് I എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാത്തത്. എന്നാൽ അടുത്തത് നമ്മുടെ I is equal to I plus 1 ആണ്. ഇവിടെ എന്ത് ചെയ്യണം, ഐയുടെ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന S0യിൽ ആയതുകൊണ്ട് തന്നെ S0യിലേക്ക് 1നെ ഇൻക്രിമെന്റ് ചെയ്യണം. 1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ന്യൂമോണിക് കോഡ് ആഡ് I എന്നുള്ളതാണ്. ഇനി നമ്മൾ അതിൽ കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ജമ്പ് ചെയ്യണം. എങ്ങോട്ടേക്കാണ് ജമ്പ് ചെയ്യേണ്ടത്, 4 എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്കാണ് ജമ്പ് ചെയ്യേണ്ടത്. ജമ്പ് ചെയ്തിട്ട് അവിടെ എത്തുന്നു. അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, പിന്നെയും ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നു, പിന്നെയും ചെക്ക് ചെയ്യുന്നു, പിന്നെയും എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇഫ് കണ്ടീഷൻ മെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഡൺ എന്ന് പറയുന്ന ലേബലിലേക്ക് പോകുന്നു. ഡൺ എന്ന് പറയുന്ന ലേബലിന്റെ അർത്ഥം അവിടെ എൻഡ് ആയി എന്നുള്ളതാണ്. സോ ആ ഒരു എന്താണ്, ഹൈ ലെവൽ കോഡിൽ എന്താണോ റൈറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഹൈ ലെവൽ കോഡിനുള്ള അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, അസംബ്ലി കോഡിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു കണ്ടീഷൻസും അതുപോലെ ആ രജിസ്റ്റർ കൺസെപ്റ്റും ഒക്കെ കത്തുവാണെങ്കിൽ നമുക്കത് ഈസിലി എഴുതാൻ പറ്റും. പിന്നെ ഈ ന്യൂമോണിക് കോഡുകൾ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ ഈ ഹൈ ലെവൽ കോഡിൽ എന്ത് ഓപ്പറേറ്റർ ആണ് വന്നിരിക്കുന്നത്, ഇവിടെ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് I ആണ്. അപ്പൊ പ്ലസ് ആണ് ഇവിടുത്തെ ഓപ്പറേറ്റർ. പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മൾ അസംബ്ലി കോഡിലേക്ക് ഇടുമ്പോൾ എന്താണ്, അത് അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ആണ്. അപ്പൊ നമ്മൾ അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ന്യൂമോണിക് കോഡ് എന്താണ്, ആഡും ഉണ്ട് ആഡ് I ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കുക ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന രജിസ്റ്റേഴ്സ് മാത്രമാണോ, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് നമ്പർ ഉണ്ടോ. രജിസ്റ്റേഴ്സ് മാത്രമാണെങ്കിൽ ആഡ് എന്ന് പറയുന്ന ന്യൂമോണിക് ഉപയോഗിക്കുക. കോൺസ്റ്റന്റ് നമ്പർ ഉണ്ടെങ്കിൽ ആഡ് I എന്ന് പറയുന്ന ന്യൂമോണിക് ഉപയോഗിക്കുക. അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ എന്താണ്, ഹൈ ലെവൽ കോഡിലെ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ അസംബ്ലി കോഡിലെ ന്യൂമോണിക്സ് എഴുതുന്നത്. ഓക്കെ അല്ലേ, മനസ്സിലാവില്ലേ? ക്ലാസിന്റെ അവസാനം ഞാനൊരു കോഡ് എന്നിട്ട് എഴുതി തരാൻ പറയുമ്പോ അറിയില്ല എന്ന് പറയരുത് കേട്ടാ. ഓക്കെ, അപ്പൊ ലൂപ്സ് വൈല്, ഡു വൈല്, ഫോർ. അതിനകത്ത് ഡു വൈൽ എത്രമല്ല വൈൽസും ഫോർ ലൂപ്പും. എന്താണെങ്കിലും ആ ഒരു പർട്ടിക്കുലർ ഹൈ ലെവൽ കോഡിനെ മനസ്സിലാക്കുക. അതിനനുസരിച്ചുകൊണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ച് അസംബ്ലി കോഡിനെ എഴുതുക, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അറേ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അറേ എന്ന് പറയുന്ന കൺസെപ്റ്റും ഫംഗ്ഷൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റും വരുന്നുണ്ട്. എന്താണ് അറേ? സിമിലർ ഡേറ്റാസിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്, ഏരിയ ആണ് എന്ത് പറയുന്നത്, അറേ എന്ന് പറയുന്നത്. ഇനി അറേനെ സംബന്ധിച്ചിടത്തോളം അറയ്ക്ക് ഒരു സൈസ് ഉണ്ടാകും. സൈസ് ഉദ്ദേശിക്കുന്ന എത്രത്തോളം നമ്പർ ഓഫ് എലമെന്റ്സ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്, അവിടെ ഒരു ഇൻഡെക്സ് ഉണ്ടാവും. ഇൻഡെക്സ് എന്തിനാണ്, കുറെ എലമെന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഓരോ എലമെന്റിനും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അഡ്രസ്സിംഗ്, അതാണ് ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് 0 മുതൽ 199 വരെയുള്ള കുട്ടികളുടെ 0 to 199, അതായത് ഏകദേശം 200 കുട്ടികളുടെ സ്കോറിനെയാണ് അവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്കോർ ഉദ്ദേശിക്കുന്നത് മാർക്കാണ്. മാർക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അറയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു ഇൻഡിജർ അറയാണ്. ഈ അറയില് ലെഫ്റ്റ് സൈഡിൽ അഡ്രസ് എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. 0th സ്റ്റുഡന്റിന്റെ സ്കോർ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 174300A0 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ അഡ്രസ്സിലാണ്. ഈ 0th എലമെന്റ് ഓഫ് ആൻ അറേ, ഒരു അറയില് 0th എലമെന്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ലൊക്കേഷനെയാണ് അതിന്റെ എന്താ വിളിക്കുന്നത്, ബേസ് അഡ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു അറയില് 0th എലമെന്റിന്റെ വാല്യൂ എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനെയാണ്, അതിന്റെ അഡ്രസ്സിനെയാണ് വിളിക്കുന്നത് ആ അറയുടെ ബേസ് അഡ്രസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഈ സ്കോർ ഓഫ് 0 അല്ലെങ്കിൽ സ്കോർ ഓഫ് 1 ഓരോരുത്തരുടെ എന്ത് ചെയ്യണം സ്കോർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരു 32 ബിറ്റ് വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. 32 ബിറ്റ് വാല്യൂ ആയതുകൊണ്ട് തന്നെ അവിടെ 4 ബൈറ്റ് ആയിരിക്കും വരുന്നത്. അതായത് സ്കോർ ഓഫ് 0 എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ സെല്ലിനെ നമുക്ക് 4 ബൈറ്റുകളാക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. A1 എന്ന് പറയുന്ന ബൈറ്റിൽ ഒരെണ്ണം, A2 എന്ന് പറയുന്ന ബൈറ്റിൽ ഒരെണ്ണം, A0 എന്ന് പറയുന്ന ഒരെണ്ണം, A3 എന്ന് പറയുന്ന ബൈറ്റിൽ ഒരെണ്ണം. സോ അങ്ങനെ A0 മുതൽ A3 വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഫീൽഡുകളും ഓരോ ബൈറ്റുകളും സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സ്കോർ ഓഫ് 0 എന്ന് പറയുന്ന ഒരു 35 എന്ന് പറയുന്ന വാല്യൂ ആണെങ്കിൽ ആ 35നെ സീറോസിന്റെയും വൺസിന്റെയും കോമ്പിനേഷൻ ആക്കിയിട്ട് ഒരു 32 ബിറ്റ് വരുന്ന നമ്പർ ആക്കി മാറ്റുന്നു. ആ 32 ബിറ്റ് നമ്പറിനെ ഓരോ 8 ബിറ്റും ഓരോ ബൈറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ആ ഒരു ബൈറ്റ് സ്റ്റോർ ചെയ്യുന്നത് 174300A0 എന്ന് പറയുന്നത് ഫസ്റ്റ് ലൊക്കേഷനും, രണ്ടാമത്തെ ബൈറ്റ് സ്റ്റോർ ചെയ്യുന്നത് 174300A1 എന്ന് പറയുന്ന രണ്ടാമത്തെ ലൊക്കേഷനും, 174300A2 എന്ന് പറയുന്ന മൂന്നാമത്തെ ലൊക്കേഷനും, 174300A3 എന്ന് പറയുന്നത് നാലാമത്തെ ബൈറ്റ് സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷനുമാണ്. 35 എന്ന് പറഞ്ഞൊരു മാർക്ക് ആണെങ്കിൽ ആ 35 എന്ന് പറയുന്ന മാർക്കിനെ വൺസിന്റെയും സീറോസിന്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു 32 ബിറ്റ് ആക്കി മാറ്റുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RISC-V പ്രോസസ്സറിൽ വേർഡ് ലെങ്ത് എന്ന് പറയുന്നത് 32 ബിറ്റ് ആണ്. അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സറിൽ 32 ബിറ്റുള്ള വേർഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 35 എന്നുള്ളതിന് 32 ബിറ്റ് ആയിട്ട് എഴുതണം എങ്കിൽ മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ 32 ബിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 8 ബിറ്റ് എന്ന് പറയുന്ന ഓരോ ബൈറ്റ് ആണ്. ഓരോ ബൈറ്റിനെയും ഓരോ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നു. ഇനി അപ്പൊ നമ്മൾ രണ്ടാമത്തെ സ്കോർ ഓഫ് 0യുടെ കേസാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സ്കോർ ഓഫ് 1 ഏത് അഡ്രസ്സിൽ സ്റ്റാർട്ട് ചെയ്യും എന്നറിയാൻ വേണ്ടിയിട്ട് ഈ സ്കോർ ഓഫ് 0യുടെ അഡ്രസ്സിനോട് കൂടി ഒരു 4 ആഡ് ചെയ്താൽ മതി. എന്തുകൊണ്ട് 4 ആഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ സ്കോർ ഓഫ് 0യുടെ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് 4 ബൈറ്റ് ആയിട്ടാണ്. ഓരോ ബൈറ്റും ഓരോ അഡ്രസ്സിലായിട്ട് വരുന്നു. A0 എന്ന് പറയുന്ന ബൈറ്റില് ബേസ് അഡ്രസ് ആട്ടെ A0 എന്ന് പറയുന്നത്. ആ A0 എന്ന് പറയുന്ന ബൈറ്റില് ഫസ്റ്റ് ബൈറ്റ് സ്റ്റോർ ചെയ്യുന്നു, A1 സെക്കൻഡ് ബൈറ്റ് സ്റ്റോർ ചെയ്യുന്നു, A2 തേർഡ് ബൈറ്റ്, A3 ഫോർത്ത് ബൈറ്റ്. ആ 4 ബൈറ്റുകളാണ് സ്കോർ ഓഫ് 0ന്റെ വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി സ്കോർ ഓഫ് 1ന്റെ വാല്യൂ എന്തുണ്ടാകും, ഇങ്ങനെ 4 ബൈറ്റ്സ് ഉണ്ടാകും. സോ അതിൽ ഫസ്റ്റ് ബൈറ്റ് ഏതായിരിക്കും എന്ന് അറിയാൻ സ്കോർ ഓഫ് 0യുടെ ബേസ് അഡ്രസ്സിനോട് കൂടി ഒരു 4 ആഡ് ചെയ്താൽ മതി. ഇനി സ്കോർ ഓഫ് 1 കഴിഞ്ഞ് സ്കോർ ഓഫ് 2ന്റെ ബേസ് അഡ്രസ് അറിയാൻ വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി, സ്കോർ ഓഫ് 1ന്റെ അഡ്രസ് ആയ 174300A4 കൂടി ഒരു 4 ആഡ് ചെയ്താൽ മതി. അങ്ങനെ 4 ആഡ് ചെയ്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ എലമെന്റ്സിന്റെയും അഡ്രസ് കണ്ടുപിടിക്കുന്നത്. എന്തുകൊണ്ട് 4 ആഡ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ എലമെന്റിന്റെയും ഡേറ്റ അല്ലെങ്കിൽ ആ ഒരു സൈസ്, വേർഡ് സൈസ് എന്ന് പറയുന്നത് 32 ബിറ്റ് ആണ്. 32 ബിറ്റിൽ നമുക്ക് 4 ബൈറ്റ് ആക്കി ഡിവൈഡ് ചെയ്യാം. അതാണ് ഓരോന്നിനും 4 വെച്ച് ആഡ് ചെയ്ത് പോയത്. അതിനാണ് ബൈറ്റ് അഡ്രസ്സിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണെങ്കിൽ ഒന്ന് ഓർക്കാൻ കിട്ടാൻ വേണ്ടി പറഞ്ഞ. സോ 0th എലമെന്റിന്റെ അഡ്രസ് നമ്മൾ ബേസ് അഡ്രസ് എന്ന് വിളിക്കുന്നു. ഈ ബേസ് അഡ്രസ്സിലേക്ക് 4 ഇൻക്രിമെന്റ് ചെയ്ത് പോകുമ്പോഴായിരിക്കും നമുക്ക് നെക്സ്റ്റ് അഡ്രസ്സുകൾ കിട്ടുന്നത്. ഇനി ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഗ്രേഡ് ഇൻഫ്ലേഷൻ. അതായത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിന് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്കോർസിന് നമ്മൾ സ്റ്റോർ ചെയ്തല്ലോ. ഇപ്പൊ ഒരു 0th എലമെന്റിന്റെ സ്കോർ എന്ന് പറയുന്നത് 10 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഒരു 10 കൂടെ എല്ലാ എലമെന്റ്സിനും 0th സ്റ്റുഡന്റ് മുതൽ 199 സ്റ്റുഡന്റ് വരെ, അതായത് 200 സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, മാർക്ക്. ഇവർക്ക് എല്ലാവർക്കും ഓരോ എലമെന്റിനും അല്ലെങ്കിൽ ഓരോ അറയിലും ഓരോ എലമെന്റിനും നമ്മൾ എന്ത് ചെയ്യുവാണ്, 10 മാർക്ക് വെച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ആ ഓരോ എലമെന്റിന്റെ അഡ്രസ്സും വെച്ച് ആ ഓരോ എലമെന്റിനെ റീഡ് ചെയ്യണം. എന്നിട്ട് ആ കണ്ടന്റിനെ അവിടുന്ന് മെമ്മറിയിൽ നിന്ന് എടുക്കണം. ഇപ്പൊ 0യുടെ സ്കോർ 35 ആണെങ്കിൽ ആ 35നെ റീഡ് ചെയ്യണം അല്ലെങ്കിൽ ഫെച്ച് ചെയ്യണം. ആ 35ലേക്ക് ഒരു 10 ആഡ് ചെയ്യണം. 10 ആഡ് ചെയ്തിട്ട് 45 ആവും. ആ 45ന് തിരിച്ചാ മെമ്മറി അല്ലെങ്കിൽ ആ അറയുടെ 0th അഡ്രസ്സിലേക്ക് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം. അതാണ് നമ്മുടെ എന്ത് പറയുന്നത്, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഒരു ഹൈ ലെവൽ കോഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഹൈ ലെവൽ കോഡ് അതാണ് മീൻ ചെയ്യുന്നത്. അതായത് I എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്, സ്കോർസ് ഓഫ് 200 എന്ന് പറഞ്ഞൊരു അറേനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 200 എലമെന്റ്സ് ഉള്ള ഒരു അറേ, സ്കോർ എന്നാണ് അറേയുടെ പേര്. ഇനി ഫോർ ലൂപ്പ് വിളിച്ചിട്ടുണ്ട്. ഫോർ I equal to 0, I less than 200 ആണെങ്കിൽ I plus 1. എന്താണ് അവിടെ ചെയ്യേണ്ടത്, സ്കോർ ഓഫ് I എടുക്കുന്നു, അതിനോടുകൂടി സ്കോർ ഓഫ് I യോടുകൂടി 10നെ ആഡ് ചെയ്യുന്നു. സോ നമുക്ക് ഓരോ എലമെന്റിനെയും എടുത്തിട്ട് ആ അറയിൽ 200 എലമെന്റ് ഉണ്ടെങ്കിൽ 0th എലമെന്റ് മുതൽ 199th എലമെന്റ് വരെ എടുത്തിട്ട് ആ ഓരോ എലമെന്റിനോടും കൂടി 10 ഇൻക്രിമെന്റ് ചെയ്യണം. 10 എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്യണം. അതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്ത് നോക്കാം, നമുക്കൊരു പ്രോബ്ലം ഡെഫിനിഷൻ ആണ് നമുക്ക് തരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആണ് നമുക്ക് തരുന്നതെങ്കിൽ ആദ്യം നമ്മൾ അതിന്റെ ഹൈ ലെവൽ കോഡ് എഴുതി നോക്കുക.
കാരണം ഹൈ ലെവൽ കോഡ് എഴുതുമ്പോഴായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതിന്റെ അസംബ്ലി കോഡ് എഴുതാൻ എളുപ്പമാവുന്നത്. ഇനി ചിലപ്പോൾ നമുക്ക് ഹൈ ലെവൽ കോഡ് തന്നിട്ടുണ്ടാകും, അതിന്റെ അസംബ്ലി കോഡ് എഴുതാനായിരിക്കും പറയുന്നത്. ഏത് സെനാരിയോ ആണെങ്കിലും വരാം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വന്നിട്ടില്ല. അപ്പൊ രണ്ട് മെത്തേഡും അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ രണ്ട് മെത്തേഡും ആലോചിച്ച് വെക്കുക. ഇനി ഇവിടെ നമുക്കറിയാം ഐ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടെങ്കിൽ ഇവിടെ ഐ വേരിയബിൾ ഒന്നും പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് രജിസ്റ്റേഴ്സിലേക്ക് ഒരു വാല്യൂ കൊടുക്കണം. ഇപ്പൊ ഇവിടെ പിന്നൊരു കാര്യമുള്ളത്, ഇവിടെ ഐ എന്ന് പറയുന്ന വേരിയബിൾ S1 എന്ന് പറയുന്ന രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്തത്, അല്ലെങ്കിൽ S1 എന്ന് പറയുന്ന രജിസ്റ്റർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഐ എന്ന് പറയുന്ന വേരിയബിളിനെയാണ്. ഇനി നമ്മൾ അവിടെ സ്റ്റോർ ചെയ്യാൻ പോകുന്ന മറ്റൊരു സംഭവമാണ് ബേസ് അഡ്രസ്. ആ അറേയുടെ പേരായ സ്കോർ എന്ന് പറയുന്ന അറേയുടെ ബേസ് അഡ്രസ്സിനെ S0 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. S0 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ബേസ് അഡ്രസ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ബേസ് അഡ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, 0th എലമെന്റിന്റെ അഡ്രസ് ആണ്. ഇനി നമുക്ക് ഇനീഷ്യലൈസേഷൻ ചെയ്ത് കൊടുക്കാം. ഇനീഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ആദ്യം എന്താണ്, S1 എന്ന് പറയുന്ന കണ്ടന്റ്, S1 എന്ന് പറയുന്ന കണ്ടന്റ് അതായത് ഐ എന്ന് പറയുന്ന കണ്ടന്റ് 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ നമുക്ക് അവിടെ 200 ഐ ലെസ് ദാൻ 200 എന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഈ ഐ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഫോർ ലൂപ്പിൽ വരുന്ന ഇനീഷ്യലൈസേഷൻ ആണ്, നമ്മൾ ആദ്യമേ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഐ ലെസ് ദാൻ 200 എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യാനുള്ള എലമെന്റ്സിനെ എല്ലാം നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യണമെന്നാണ് പറഞ്ഞത്, ടെമ്പററി രജിസ്റ്ററിലേക്ക്. ഇവിടെ നമ്മൾ T2 എന്ന് പറയുന്ന ടെമ്പററി രജിസ്റ്ററിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. ആഡ് ഐ T2 0 200 എന്ന് പറയുന്ന കോൺസ്റ്റന്റിന് നമ്മൾ T2 എന്ന് പറയുന്ന ടെമ്പററി രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പൊ നമുക്ക് രണ്ടെണ്ണത്തിൽ വാല്യൂ ഉണ്ട്, S1 അഥവാ ഐ ഈക്വൽ ടു 0 ഉണ്ട്, T2 ഈക്വൽ ടു 200 ഉണ്ട്. ഇനി നമ്മൾ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. 4 എന്ന് പറയുന്ന ലേബൽ കൊടുത്തു. ഇവിടെ നമ്മുടെ കണ്ടീഷൻ നോക്കുകയാണ്. ഫോർ ലൂപ്പിൽ എഴുതേണ്ട ഇക്വേഷൻ ഏതാണെന്ന് അറിയാം, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് അറിയാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഫോർ ലൂപ്പിൽ വരുന്ന കണ്ടീഷൻ നോക്കണം. ഐ ലെസ് ദാൻ 200 എന്നുള്ളതാണ് അവിടുത്തെ കണ്ടീഷൻ. അപ്പൊ ലെസ് ദാൻ ഓപ്പറേറ്റർ ആണ് എന്ത് ചെയ്തത്, അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, ലെസ് ദാൻ എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുന്ന കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആയ BGE ഉപയോഗിക്കണം. BGE എന്ന് പറയുന്ന നിമോണിക് നമ്മൾ എഴുതി. ഇനി നമുക്ക് അവിടെ എന്തൊക്കെ തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്, ഐനെയും 200നെയും തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ഐ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഏത് രജിസ്റ്ററിലാണ്, S1 എന്ന് പറയുന്ന രജിസ്റ്ററിലാണ്. അപ്പൊ നമ്മൾ S1 ആദ്യം എഴുതി, കോമ. ഇനി 200 സ്റ്റോർ ചെയ്തിരിക്കുന്നത് എവിടെയാണ്, T2 എന്ന് പറയുന്ന ടെമ്പററി രജിസ്റ്ററിലാണ്. അപ്പൊ നമ്മൾ T2 എഴുതി, ദെൻ കോമ. ഒരു കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താ അവിടെ വേണം, ലേബൽ വേണം. ഈ ലേബൽ എന്ന് പറയുന്നത് ഡൺ ആണ്. കാരണം എന്താണ്, ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 200 ആണെങ്കിൽ, ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 200 ആണെങ്കിൽ നമ്മൾ ലൂപ്പിലേക്ക് പോകണോ, വേണ്ട. കാരണം ഐ ലെസ് ദാൻ 200 ആണെങ്കിലാണ് ഈ എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഐ ഗ്രേറ്റർ ദാൻ 200 ആണെങ്കിൽ നമുക്ക് എന്താണ്, അത് എക്സിറ്റ് ചെയ്യാം. അപ്പൊ ഡൺ എന്ന് പറയുന്ന ലേബൽ വെച്ച് നമ്മൾ കഴിഞ്ഞു എന്ന് കാണിക്കാം. ഇനി അതല്ലാത്ത സിനാരിയോ ആണെങ്കിൽ, ഐ എന്ന് പറയുന്നത് ലെസ് ദാൻ 200 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് T0 എന്ന് പറയുന്ന ഒരു ടെമ്പററി രജിസ്റ്ററിലേക്ക് S1ന്റെ വാല്യൂ 2 ബിറ്റ് ഷിഫ്റ്റ് ചെയ്യാനാണ്. T0 എന്ന് പറയുന്ന ഒരു ടെമ്പററി വേരിയബിളിലേക്ക് നമ്മൾ ടെമ്പററി രജിസ്റ്ററിലേക്ക് നമ്മൾ S1 എന്ന് പറയുന്ന രജിസ്റ്ററിന്റെ കണ്ടന്റ്, അതായത് ഐയുടെ വാല്യൂ, ആ ഐയുടെ വാല്യൂ എന്താണോ അതിനെ 2 ബിറ്റ് എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്ക് അഡ്രസ് കിട്ടണം. ഒരു അറയിലെ ഓരോ എലമെന്റിന്റെയും എന്ത് കിട്ടണം, അഡ്രസ് കിട്ടണം. അപ്പൊ നമുക്ക് ഐയുടെ വാല്യൂ 0 ആവുമ്പോ എന്താണ്, 0th അവിടുത്തെ അഡ്രസ് ആണ്. ഐയുടെ വാല്യൂ 1 ആവുമ്പോ എന്താണ്, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് എലമെന്റിന്റെ അവിടുത്തെ അഡ്രസ് കിട്ടണം എന്നുള്ളതാണ്. ആ ഒരു കൺസെപ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ആദ്യം ഐയുടെ വാല്യൂവിനെ മൾട്ടിപ്ലൈഡ് ബൈ 4, എന്തുകൊണ്ട് അവിടെ മൾട്ടിപ്ലൈഡ് ബൈ 4 ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു അഡ്രസ് ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഇൻക്രിമെന്റ് ചെയ്ത് പോകുന്നത് 4 ബൈറ്റ്സ് വെച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവിടെ 4 എന്നുള്ള മൾട്ടിപ്ലിക്കേഷൻ വന്നത്. ഈ 4 എന്നുള്ള മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് SLL, ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കല്. 4 ആയതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്, 2 എന്ന് പറയുന്ന ബിറ്റ് വന്നത്. 2 ബിറ്റ് ഷിഫ്റ്റ് ചെയ്താൽ മാത്രമേ അവിടെ 4 കൊണ്ട് മൾട്ടിപ്ലിക്കേഷന് തുല്യമാവുകയുള്ളൂ. അപ്പൊ നമ്മൾ T0 എന്ന് പറയുന്ന ടെമ്പററി രജിസ്റ്ററിലേക്ക് S1 ഐയുടെ വാല്യൂ എന്താണോ അതിനെ ഷിഫ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ 2 ബിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന രീതിക്ക് ഓപ്പറേഷൻ ചെയ്തു വെച്ചു. അപ്പൊ ആദ്യത്തെ കേസിൽ ഐ ഈക്വൽ ടു 0 ആണ് നോക്കുക, എഴുതി നോക്കുന്നതായിരിക്കും നല്ലത്. ഐ ഈക്വൽ ടു എന്താണ്, 0 ആണ്. അപ്പൊ ഞാൻ T0യിലേക്ക് ഐനെ 2 ബിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ചെയ്താൽ പോലും 0ന് ഇപ്പൊ എത്ര ഷിഫ്റ്റിംഗ്, എന്തോരം ഷിഫ്റ്റിംഗ് നടത്തിയാലും എന്താണ്, 0*4 ആണ്. 0*4 എത്രയാ, 0 ആണ്. അപ്പൊ എന്റെ T0യിൽ എന്ത് വന്നു, 0 വന്നു. T0യിൽ ആദ്യത്തെ കണ്ടന്റ് എന്താണ്, 0 ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ആഡ് T0, S0. അതായത് എന്താണ്, S0യിൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്റെ ബേസ് അഡ്രസ് ആണ്. അപ്പൊ എന്റെ ബേസ് അഡ്രസ് എന്ന് പറയുന്നത് എന്റെ 0th എലമെന്റിന്റെ അഡ്രസ് ആയ 1743080A0 എന്ന് പറയുന്ന അഡ്രസ് ആണ്.
ആ അഡ്രസ്സിനോട് കൂടി T0 എന്ന് പറയുന്ന ടെമ്പററി രജിസ്റ്ററിൽ എന്ത് വാല്യൂ ആണോ വന്നത്, അപ്പൊ i ഈക്വൽ ടു 0 ആവുന്ന കേസിൽ T0 0 തന്നെയാണ്. അപ്പൊ ഞാൻ ഇവിടെ 0 ആഡ് ചെയ്യുന്നു. അപ്പൊ എന്താണ്, ആ സ്കോർ ബേസ് അഡ്രസ്സിലുള്ള വാല്യൂ തന്നെയാണ് T0 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ചേഞ്ച് ആവുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ലോഡ് വേർഡ് LW എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ന്യൂമോണിക് കോഡ് ഉപയോഗിക്കുകയാണ്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ആ എലമെന്റിന്റെ അഡ്രസ്സ് കിട്ടി. ആ അഡ്രസ്സിൽ പോയിട്ട് എനിക്ക് ആ എലമെന്റിനെ എന്ത് ചെയ്യണം, റീഡ് ചെയ്യണം. എനിക്ക് അതിന്റെ ഉള്ളിലെ കണ്ടന്റിനെ കിട്ടണം. സോ ആ അഡ്രസ്സിലുള്ള കണ്ടന്റിനെ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, LW എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത്. LWന്റെ ഇൻസ്ട്രക്ഷന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സ്റ്റോർ ചെയ്യാണ്, റീഡ് ചെയ്യുന്ന സാധനത്തിന് എനിക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണമല്ലോ. അതാണ് എന്റെ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ആയ T1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ T1ലേക്ക് സ്റ്റോർ ചെയ്യുന്നു, 0 ഓഫ് T0. 0 ഓഫ് T0 എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ T0 ഉള്ളത് ബേസ് അഡ്രസ് ആണ്, കാരണം 0 ആഡ് ചെയ്തുകൊണ്ട്. ആ ബേസ് അഡ്രസ്സിലുള്ള 0 ഓഫ് T0 അല്ലെങ്കിൽ 0 ബ്രാക്കറ്റിൽ T0 എന്ന് എഴുതി കഴിഞ്ഞാൽ, ആ 0 എന്ന് പറയുന്നത് എന്താണ്, ഒരു ബഫർ സൈസ് ആണ്. ഈ ബഫർ സൈസിനെ ആഡ് ചെയ്ത് അതിലുള്ള കണ്ടന്റിനെ റീഡ് ചെയ്യണം. 0 പ്ലസ് T0 എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. 0 പ്ലസ് T0 എന്ന് പറഞ്ഞാൽ T0 എന്ന് പറയുന്ന ബേസ് അഡ്രസ്സിലേക്ക് 0നെ ആഡ് ചെയ്യുന്നു, മാറ്റമൊന്നുമില്ല. ആ ബേസ് അഡ്രസ്സിലുള്ള കണ്ടന്റിനെ, അതായത് 35 എന്നുള്ളതാണ് എന്റെ സോഴ്സ് ഓഫ് 0 എന്ന് പറയുന്നതെങ്കിൽ, ആ 35നെ ഞാൻ T1 എന്ന് പറയുന്ന ടെമ്പററി രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, ലോഡ് ചെയ്തെടുക്കുന്നു, ഫെച്ച് ചെയ്യുന്നു. സോറി, അപ്പൊ ലോഡ് ചെയ്തെടുത്തു. അതായത് എന്റെ ഫസ്റ്റ് i ഈക്വൽ ടു 0 ആയിട്ടുള്ള ഫസ്റ്റ് 0th എലമെന്റിനെ, സ്കോഴ്സ് ഓഫ് 0 എന്ന് പറയുന്ന വാല്യൂവിനെ ഞാൻ എന്ത് ചെയ്തു, എന്റെ T1 എന്ന് പറയുന്ന ടെമ്പററി രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്തെടുത്തു, അല്ലെങ്കിൽ റീഡ് ചെയ്തെടുത്തു. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ആ ഒരു എലമെന്റിലേക്ക് 10 എന്ന് പറയുന്ന ഡിജിറ്റിനെ ആഡ് ചെയ്യണം. അവിടെ വേണ്ടി ഞാൻ ഉപയോഗിച്ചതാണ് ആഡ് i T1, T1, 10. 10 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിനെ ആ T1 എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ച് 35ലേക്ക് ആഡ് ചെയ്യുന്നു, അതിനെ T1ലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുന്നു. അതായത് ഇപ്പൊ എന്റെ T1ൽ എത്രയായി, 45 ആയി. 35നോട് 10 ആഡ് ചെയ്ത് 45 ആയി. ഇനി എന്റെ അടുത്ത ഇൻസ്ട്രക്ഷൻ ആണ് SW അഥവാ സ്റ്റോർ വേർഡ്. വേർഡിനെ ഞാൻ സ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, സോറി, സ്റ്റോർ വേർഡ് T1. T1ലുള്ള വേർഡിനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്. എവിടെയാണ് അതിന്റെ ലൊക്കേഷൻ, 0 ഓഫ് T0. 0 ഓഫ് T0 എന്ന് ചോദിച്ചാൽ T0യിൽ ഓൾറെഡി എന്താണ്, എന്റെ ബേസ് അഡ്രസ് ആണ് കിടക്കുന്നത്. ആ ബേസ് അഡ്രസ്സിലെ ഫെച്ച് ചെയ്ത് അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെയും 0 ഓഫ് T0 കൊണ്ട് ഉദ്ദേശിക്കുന്നത് T0യിൽ കിടക്കുന്ന അഡ്രസ് പ്ലസ് 0 എന്ന് പറയുന്ന കണ്ടന്റ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ്. ചേഞ്ച് ഒന്നുമില്ല, വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് 0 വെച്ച് അവിടെ റീഡ് ചെയ്തിരിക്കുന്നത്. ഇനി അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ആ എന്റെ കയ്യിലുള്ള 45നെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി എന്റെ അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്റെ 1നെ ഇൻക്രിമെന്റ് ചെയ്യണം, സോറി iനെ ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പൊ എന്റെ iയിലെ കണ്ടന്റ് S1 ആണ്. S1 രജിസ്റ്ററിലാണ് എന്റെ i എന്ന് പറയുന്നത്. ആ S1ലെ കണ്ടന്റ് ആയ iനെ +1 ചെയ്തു, അങ്ങനെ i ഇൻക്രിമെന്റ് ആയി. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, പിന്നെയും ഫോർ ലൂപ്പിലേക്ക് ജമ്പ് ചെയ്തു. ഇപ്പൊ എന്റെ S1ലെ കണ്ടന്റ് എന്താണ്, i ഈക്വൽ ടു 1 ആണ്. സോ ഞാനിവിടെ 1 T2 എന്ന് പറയുന്നത് എത്രയാണ്, 200 ആണ്. BGE പിന്നെയും കണ്ടീഷൻ ചെയ്യാൻ പോവാണ്. ഞാൻ പിന്നെയും ഫോർ ലൂപ്പിലേക്ക് കയറുവാണ്. 1 ലെസ് ദാൻ 200 ആണോ, സോറി ഗ്രേറ്റർ ദാൻ 200 ആണോ എന്ന് നോക്കുന്നു. അല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, അടുത്ത ഓപ്പറേഷനിലേക്ക് പോകുന്നു. ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കല്. ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കല് എന്റെ S1ൽ എന്താണോ ഉള്ളത്, 1 ആണുള്ളത്, ആ 1നെ 2 വെച്ച് ഷിഫ്റ്റ് ചെയ്യണം. അതായത് 1 സ്റ്റാർ 4 ചെയ്യണം. അപ്പൊ 4 T0 എന്ന് പറയുന്ന എന്റെ ടെമ്പററി രജിസ്റ്ററിലേക്ക് 1 into 4 എന്ന് പറയുന്ന നമ്പർ വരും. T0 എന്ന് പറയുന്ന ടെമ്പററി രജിസ്റ്ററിൽ 4 ആകുന്നു. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ T0നെ S0 എന്ന് പറയുന്ന എന്റെ ബേസ് അഡ്രസ്സിലേക്ക് ആഡ് ചെയ്യുന്നു. അതായത് 1743000 S0 എന്ന് പറയുന്ന എന്റെ ബേസ് അഡ്രസ്സിലേക്ക് 4നെ ഞാൻ ആഡ് ചെയ്യുമ്പോൾ T0 എന്ന് പറയുന്ന കണ്ടന്റിൽ എന്റെ സ്കോർസ് ഓഫ് 1 ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ അഡ്രസ് ആയി മാറുന്നു. കിട്ടുന്നുണ്ടോ? ഒന്നും കത്താതെയായ പിള്ളേരെ? ഓഹോ, സാഡ്. എന്ത് ചെയ്യും, ഇത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത്, നിങ്ങൾ ഓരോ S1, S2 അല്ലെങ്കിൽ T1, T2, T0 എന്നൊക്കെ പറയുന്ന രജിസ്റ്റേഴ്സിൽ ഓരോ സമയത്തും എന്ത് വാല്യൂ ആണ് എന്ന് എഴുതി നോക്കണം. ഞാൻ വേണമെങ്കിൽ അതിന്റെ ആ ഒരു എഴുതി അയക്കാം ഗ്രൂപ്പില്. ഫസ്റ്റ് ടൈമിൽ i ഈക്വൽ ടു 0 ആവുമ്പോൾ എന്താണ് കണ്ടീഷൻ അല്ലെങ്കിൽ എന്താണ് സിറ്റുവേഷൻ, അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് നിമോണിക് കോഡ് എഴുതാൻ മാത്രമാണെങ്കിൽ, അസംബ്ലി കോഡ് എഴുതാൻ മാത്രമാണ് എങ്കിൽ
ഇവിടെ ഫോർ ലൂപ്പിന്റെ അസംബ്ലി കോഡ് എഴുതാൻ ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ ഇനീഷ്യലൈസേഷന്റെ അസംബ്ലി കോഡ് എഴുതാൻ അറിയാവോ? അത് മനസ്സിലായോ? ആഡ് ആയി T1 T2 ഒക്കെ. ഇനി ഫോർ ലൂപ്പിന്റെ എഴുതുമ്പോഴോ ഈ കണ്ടീഷൻ ഇവിടെ ലെസ് ദാൻ ആയത്, ലെസ് ദാൻ ഓപ്പറേറ്റർ വന്നുകൊണ്ട് നമ്മൾ BG എന്ന് പറയുന്ന ഒരു ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നു. ആ കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷനിൽ നമ്മൾ ആ രണ്ട് സോഴ്സ് രജിസ്റ്റേഴ്സ് കൊടുക്കണം കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ S1 എന്ന് പറയുന്ന രജിസ്റ്ററും T2 എന്ന് പറയുന്ന രജിസ്റ്റർ ഉപയോഗിച്ചു. ഐയും എന്താ 200 തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്, അതുകൊണ്ട് രണ്ട് രജിസ്റ്റേഴ്സ് ഉപയോഗിച്ചു. ഇനി ഇതിന്റെ ഉള്ളിൽ വരുന്ന ഇതാണ് മനസ്സിലാകാത്തത് എങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറയുന്നത്, എനിക്ക് അറയിലെ ഓരോ എലമെന്റിനെ എടുത്ത് എന്ത് ചെയ്യണം? റീഡ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് 10 ആഡ് ചെയ്യണം. എന്നിട്ട് പിന്നെ എനിക്ക് അറയിലേക്ക് അത് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അതാണ് എന്റെ കൺസെപ്റ്റ്. ഒരു അറയുണ്ട്, ആ അറയില് 0th എലമെന്റ് മുതൽ 199 എലമെന്റ് വരെ ഉണ്ട്. ആ ഓരോ എലമെന്റിനെയും 0th എലമെന്റിനെയും ഫസ്റ്റ് എലമെന്റിനെയും സെക്കൻഡ് എലമെന്റിനെയും തേർഡ് എലമെന്റിനെയും എനിക്ക് എന്ത് ചെയ്യണം? റീഡ് ചെയ്യണം, അല്ലെങ്കിൽ ഫെച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഫെച്ച് ചെയ്തെടുത്ത് അല്ലെങ്കിൽ ലോഡ് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്ത് കിട്ടുന്ന സാധനത്തിനെ 0th എലമെന്റിൽ ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 35 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണെങ്കിൽ ആ 35നെ ഞാൻ ആദ്യം റീഡ് ചെയ്തെടുക്കണം. അങ്ങനെ റീഡ് ചെയ്ത് കിട്ടുന്നതിനെ 10 ആഡ് ചെയ്തിട്ട് തിരിച്ച് ഞാൻ എന്ത് ചെയ്യണം? ആ അറയിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യണം. അതാണ് എന്റെ പ്രോസസ്സ്. ഇനി ആ പ്രോസസ്സ് എനിക്ക് നടത്തണമെങ്കിൽ ഓരോ എലമെന്റിന്റെയും 0th എലമെന്റിന്റെയും ഫസ്റ്റ് എലമെന്റിന്റെയും സെക്കൻഡ് എലമെന്റിന്റെയും ഒക്കെ എന്ത് ചെയ്യണം? അഡ്രസ് എനിക്ക് കിട്ടണം. കാരണം അറയിൽ ജസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്താൽ നടക്കുകയില്ല. അതിന്റെ അഡ്രസ്സിന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കണം. ഓരോ ഐ വരുന്നതനുസരിച്ച് ഓരോ അഡ്രസ്സ് മാറണം. ആ ഒരു കൺസെപ്റ്റ് അവിടെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് 4 വെച്ചാണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത്. അതായത് എന്റെ I0 ആണെങ്കിൽ I1 ആണെങ്കിൽ ആ 1നെ ഞാൻ എന്ത് ചെയ്യണം? ലൈക്ക് എനിക്ക് I = 1 എന്നോട് ഉദ്ദേശിക്കുന്നത് എന്റെ രണ്ടാമത്തെ ഫസ്റ്റ് എലമെന്റ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. I = 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്റെ 0th എലമെന്റ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. I = ഒരു 5 എന്ന് ഉദ്ദേശിക്കുന്നത് എന്റെ 5th എലമെന്റ് എന്നുള്ള കൺസെപ്റ്റ് ആണ്, അറയിലെ 5ാമത്തെ എലമെന്റ്. അപ്പൊ ആ ഐനോട് കൂടി *4 ചെയ്യുമ്പോൾ, ആ സ്റ്റാർ എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈഡ് ബൈ 4 ചെയ്യുമ്പോൾ എന്ത് വാല്യൂ ആണോ കിട്ടുന്നത് ആ വാല്യൂവിനെ, ഇപ്പൊ എന്റെ 5ാമത്തെ എലമെന്റിന്റെ അഡ്രസ് എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ 5 * 4 20 എന്ന് കിട്ടും. ആ 20നെ ബേസ് അഡ്രസ്സിനോട് കൂടി ആഡ് ചെയ്താൽ എനിക്ക് 5th എലമെന്റിന്റെ അഡ്രസ് കിട്ടും. ആ കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കുക. ഒരു പർട്ടിക്കുലർ എലമെന്റിന്റെ, അതായത് ഇപ്പൊ ഒരു 12ാമത്തെ എലമെന്റ് ആണ് എനിക്ക് വേണ്ടത് എങ്കിൽ ആദ്യം ഞാൻ എന്ത് ചെയ്യണം? ആ 12ാമത്തെ എലമെന്റിന്റെ അഡ്രസ് കണ്ടുപിടിക്കണം. ആ 12ാമത്തെ എലമെന്റിന്റെ അഡ്രസ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 * 4 എന്ത് വാല്യൂ ആണോ കിട്ടുന്നത് അത് പ്ലസ് ബേസ് അഡ്രസ്. ബേസ് അഡ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 0th എലമെന്റ് ഞാൻ എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ അഡ്രസ്. സോ അതിനോട് കൂടി ഈ 12ാമത്തെ എലമെന്റിന് 12 × *4 കിട്ടുന്ന വാല്യൂ ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? എന്റെ 12ാമത്തെ എലമെന്റിന്റെ അഡ്രസ് കിട്ടും. ആ അഡ്രസ് കിട്ടിയാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ അഡ്രസ് വെച്ചുകൊണ്ട് ആ എലമെന്റിനെ ലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഫെച്ച് ചെയ്തെടുത്തിട്ട് വേണം 10 വെച്ച് ആഡ് ചെയ്യാനും പിന്നെ തിരിച്ച് സ്റ്റോർ ചെയ്യാനും. ആ ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ട്, ഈ അഡ്രസ് കണ്ടുപിടിക്കുക എന്നുള്ള ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ T0 എന്ന് പറയുന്ന ഒരു ടെമ്പററി രജിസ്റ്ററും T1 എന്ന് പറയുന്ന ഒരു വാല്യൂസ് ഒക്കെ എടുക്കുന്നത്. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അവിടെ *4 അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പോ അറേ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റ് ആയിട്ടും എഴുതേണ്ട രണ്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഒന്നെന്താണ്? ഈ ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കലും പിന്നൊന്ന് ആഡും. ആഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണത്, അല്ലെങ്കിൽ ആ അഡ്രസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണത്. കണ്ടീഷൻ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം, പക്ഷെ അഡ്രസ്സിന്റെ ഒരു കൺസെപ്റ്റ് ഇതാണ്. 32 ബിറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്, അല്ലെങ്കിൽ 32 ബിറ്റ് ഡേറ്റയാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് എങ്കിൽ അതിനെ 4 ബൈറ്റ് വെച്ചായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ 4 വെച്ചാണ് അതിന്റെ അഡ്രസ് ഇൻക്രിമെന്റ് ചെയ്ത് പോകുന്നത്. സോ ആ ഇൻക്രിമെന്റേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ I*4 എന്നൊരു കൺസെപ്റ്റ് അറയിൽ ഉപയോഗിക്കുന്നു. ആ I*4 എന്താണോ കിട്ടുന്നത് അത് ബേസ് അഡ്രസ്സിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ith എലമെന്റിന്റെ പൊസിഷൻ കിട്ടും. ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അറേ എന്ന് പറഞ്ഞാൽ ith എലമെന്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. 0 മുതൽ എത്ര വരെ വേണമെങ്കിലും അറേക്ക് സൈസ് വരാം. അതിൽ ith എലമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം I*4 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂ കണ്ടുപിടിക്കണം. ആ I*4 എന്ന് പറയുന്ന വാല്യൂവിനെ ബേസ് അഡ്രസ്സിലേക്ക്, ബേസ് അഡ്രസ് എന്ന് വെച്ചാൽ 0th എലമെന്റ്, ഏറ്റവും താഴെ കിടക്കുന്ന എലമെന്റ്, ആ ബേസ് അഡ്രസ്സിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ith എലമെന്റിന്റെ അഡ്രസ് ലൊക്കേഷൻ കിട്ടും. പിന്നെ അതിനെ ലോഡ് ചെയ്യാനും പിന്നെ അതിനെ സ്റ്റോർ ചെയ്യാനൊക്കെ സിമ്പിൾ ആണ്. ആ 0 അല്ലെങ്കിൽ 0 ബ്രാക്കറ്റിൽ T0 എന്നിട്ട് കൺസെപ്റ്റ് മാത്രമേ പുതുതായിട്ട് വരുന്നുള്ളൂ. 0 ബ്രാക്കറ്റിൽ T0 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
T0th പൊസിഷനിൽ ഇരിക്കുന്ന കണ്ടന്റിനെ ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ T0th പൊസിഷനിലേക്ക് കണ്ടന്റിനെ സ്റ്റോർ ചെയ്യണം. അതായത് LW അനുസരിച്ചും SW അനുസരിച്ചും മാറും. LW എന്ന് പറഞ്ഞാൽ ലോഡ് ചെയ്യുക, T1ലേക്ക് ലോഡ് ചെയ്യുന്നു. 0 of T0, T0 എന്ന് പറയുന്ന പൊസിഷനിലുള്ള വാല്യൂവിനെ T1 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫെച്ച് ചെയ്തെടുക്കുന്നു. എന്നാൽ SW ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ T1ലുള്ള വാല്യൂവിനെ 0 of T0, T0th പൊസിഷനിലേക്ക് അല്ലെങ്കിൽ T0 അഡ്രസ്സിലേക്ക് T1ലുള്ള വാല്യൂവിനെ സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ 0 ബ്രാക്കറ്റിൽ T0 എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബഫർ സൈസിനെ ആഡ് ചെയ്യുന്നു. ആ T0 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ഒരു ബഫറിനെ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു പർട്ടിക്കുലർ അഡ്രസ്സിനെ റീഡ് ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റ് ആണ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യണ്ട, ആ ഒരു 0 എന്ന് പറഞ്ഞത് വന്നതുകൊണ്ട് തന്നെ T0യിൽ എന്ത് അഡ്രസ് ആണോ ഉള്ളത് ആ അഡ്രസ്സിലേക്ക് അതിനെ റീഡ് ചെയ്യുന്നു, ആ അഡ്രസ്സിൽ നിന്ന് അതിനെ റൈറ്റ് ചെയ്യുന്നു. ആ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ മതി. അറേയുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, ബാക്കിയെല്ലാം നമ്മൾ സാധാ കോഡ് എഴുതും പോലെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഓക്കെ ആണോ? ലൈക്ക് ആ അഡ്രസ്സിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആയിക്കോളും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാനൊരു ഗ്രൂപ്പിൽ ഞാനൊരു കോഡ് ഇടും, ആ കോഡ് അനുസരിച്ച് നിങ്ങളൊന്ന് എഴുതി നോക്കണം അറേയുടെ കൺസെപ്റ്റ് വെച്ചുകൊണ്ട്. ChatGPT നോക്കില്ല കേട്ടോ, ജസ്റ്റ് തന്നെ എഴുതി നോക്കുക. എന്നിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ചോദിക്കാം കേട്ടോ. ക്ലാസ്സിൽ ഇല്ലേ പിള്ളേരെ, അതോ പോയോ, ഉറങ്ങിപ്പോയോ? COH ബുദ്ധിമുട്ടാണ് കേട്ടോ, ഡൈജസ്റ്റ് ആവാനും ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നന്നായി ലൈക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഓക്കെയാണ്. മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ, കുറച്ച് കഷ്ടപ്പെട്ടാൽ മതി.